ഒരിക്കൽ അഭിനയിക്കാൻ പണ്ട് പോലെ അറിയാവുന്ന ഒരു പെണ്ണാണ്. അവളൊരു നാടകം കളിച്ചതാ. ആരും ഒന്നും ചെയ്തില്ല. കഴുത്തിന് വേന, നെഞ്ചുവേനാണ്. എന്താന്ന് ആക്കറിഞ്ഞൂടാ. ജനങ്ങളുടെ മുമ്പിൽ ഒരു സിമ്പതി പിടിച്ചു വരാനുള്ള ട്രിക്കാണത്. അത് എല്ലാ കൊച്ചുപിള്ളേർക്കും അറിയാം. അതിന് വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല. അത് വെറും നാടകമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള നാടകം. അതായത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പതി ഉണ്ടാക്കാൻ UDF-കാരൊക്കെ അക്രമികളാണെന്നും ഇവരൊക്കെ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ, ജനങ്ങളുടെ സിമ്പതി നേടാൻ തട്ടിപ്പാണ്. നമ്മൾ ന്യൂസിൽ കാണുമ്പോഴത്തേക്കും ആ വ്യക്തി അയാളെ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പോലീസിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് നല്ലതുപോലെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഇനിയിപ്പോ ഇലക്ഷനൊക്കെ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളവരുടെ ഡ്രാമ തന്നെയാണ്. വീണ ജോർജ് അഭിനയം ഇലക്ഷന്റെ ഒരു, അതായത് ഇടതുപക്ഷം നശിച്ച് ഈ ഒരു പേരും പറഞ്ഞ കേരളം മൊത്തക്കും DYF-കാര് ഇന്നലെ ITയുടെ അവിടെ എന്തെല്ലാം മോശം കാണിച്ചത്. അപ്പൊ അതൊന്നും ഒരു ശരിയായ വശമല്ല. അത് ഇവരുടെ അവസാനത്തിന്റെ ലക്ഷണമാണ്. അത് നാടകമാണ്, പക്കാ നാടകമാണ്. കണ്ടാൽ തന്നെ അറിയില്ല, വീഡിയോ കണ്ടാൽ അറിയില്ല നമുക്ക്. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റാം? ഈ പ്രതിഷേധിച്ചവരെ അവരടുത്തുപോലെ എത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ അവർ ഇത് ചെയ്തെന്ന് പറയുന്നത് ആ വിഷ്വലിനകത്ത് പുള്ളിക്കാരി ഇങ്ങനെ ചുമ്മാ കൈപിടിക്കുന്ന ആൾ തല്ലുന്നതും അടിക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. അവര് സമരം ചെയ്ത് മുന്നോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ സമരം ചെയ്യുന്നവര് അവര് അവസാനം ഇങ്ങനെ താടി ഇങ്ങനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്ര ഷോ ആയിട്ട് തോന്നുന്നു. ഇലക്ഷൻ വരെയല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രതിഷേധിക്കണോടോ? ശരിക്കും പ്രതിഷേധിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജയാണ് അവര്.